ഹലോ, നമുക്കിന്ന് കല്ലിന്ന് പെയിന്റ് അടിച്ചാലോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഇതിനു മുമ്പ് നമ്മളൊരു പെൺകിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെൺകിൻ്റെ കല്ലെടുക്കാൻ പോയ അതേ സമയത്ത് എടുത്ത കല്ല് തന്നെയാണ് ഇത്. പക്ഷെ അതിന് ഞാൻ മേക്ക് ഓവർ കൊടുത്തെങ്കിലും ഇതിന് ഞാൻ മേക്ക് ഓവർ കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. അതൊക്കെ പോട്ടെ, നമ്മളെന്തായാലും ഇപ്പം ഇനി ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവല്ലേ. ഒന്ന് വൃത്തിയാക്കാലോ പറഞ്ഞൊന്ന് എടുത്തപ്പോൾ ഏതോ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു കല്ല്. അപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ ഈ ഒരു കല്ല് 2 ദിവസം മുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയതെങ്കിലും ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ എന്ത് ചെയ്യുന്നായിരുന്നു ഞാൻ 2 ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇതാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ. അന്ന് ആ പെൺകിന് ചെയ്തപ്പോൾ കുറച്ച് ഞാൻ പണിയെടുത്തെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതിൽ യൂസ് ചെയ്ത 2 കളറും ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റയ്ക്ക് കുറച്ച് കളർ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. 10 മിനിറ്റിന് ഈ ഒരു കളർ ഉണ്ടാക്കാൻ എൻ്റെ ടൈം പോയി. എങ്ങനെ മിക്സ് ചെയ്തിട്ടും ആ ഒരു റെഫറൻസ് പിക്കിലുള്ള കളർ അങ്ങോട്ട് വരുന്നില്ല. പിന്നെ കിട്ടിയ കളർ ഇങ്ങനെ ഇങ്ങോട്ട് ആയിക്കോട്ടെ പറഞ്ഞിട്ടാട്ടോ ഈ ഒരു കളർ എടുത്തത്. ആ റെഫറൻസ് പിക്കിൽ കാണിക്കുന്നത് ഇതിനെക്കാട്ടും ലൈറ്റായിട്ട് ഷെയ്ഡാണ്. പക്ഷേ ശരിക്കും ഇത് ഇത്തിരി ലൈറ്റായി ഷെയ്ഡാണെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഡാർക്കായിട്ടാണ് തോന്നുന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണ്, ലൈറ്റായിട്ട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ ഡാർക്കായിട്ടും ഡാർക്കായിട്ട് വേണം പറഞ്ഞാൽ ക്യാമറ ലൈറ്റായിട്ടും അങ്ങനെയാണ്. ഇതിൻ്റെ ഡിസൈൻ എന്തത് സിമ്പിളാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലൗഡ്സും കുറച്ച് സ്റ്റാർസും കുറച്ച് ഡൗട്ട് തന്നെയാണെങ്കിലും വരച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സമയം കൊണ്ട് ഒന്ന് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്തൂടെ. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ഈ പെയിൻറ്റിങ് ഇവിടെ തീരാറായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോട്ട്സ് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുമല്ലോ മിനി സ്റ്റാർസ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ പറയണേ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് അത് പിന്നെ നിങ്ങൾ മറക്കില്ലല്ലോ അല്ലേ. പിന്നെ സബ്സ്ക്രൈബ് അതും മറക്കില്ല കേട്ടോ. ബൈ.